ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ഈസി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ടിപ്പ് നമ്മളെ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കഫക്കെട്ട്. വലിയവർക്കായാലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് കുറേശ്ശെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കഫക്കെട്ടും ഫുള്ളായിട്ട് മാറും, ഉറപ്പാണ്. പിന്നെ പനിയോ ജലദോഷമോ എന്തുണ്ടെങ്കിലും നല്ല ആശ്വാസം ലഭിക്കും. അപ്പോൾ ഇനി വരുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കമൻ്റ് അറിയിക്കാനും മറക്കരുത്. നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും. ഇത് 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കാം. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ മിക്സിയുടെ ജാർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ചെറിയ ഉരലുണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചതച്ചെടുക്കാം. നന്നായിട്ടൊന്നും അരയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ചതച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയാണ് ആവശ്യം. ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ നന്നായിട്ട് കഴുകിയിട്ട് വേണം അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ഞാനിത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് തിളപ്പിച്ചിട്ട് ഈ 2 ഗ്ലാസ് ഒഴിച്ചില്ലേ, ആ വെള്ളം 1 ഗ്ലാസ്സാക്കി മാറ്റണം. തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളക്കണം. തിളച്ച് വറ്റിയിട്ട് 1 ഗ്ലാസ് ആവണ വരെ നമുക്ക് തിളപ്പിക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളക്കണുണ്ട്. തിളച്ച് പകുതി ആവണം. ഇപ്പോൾ ഇതാ ഇത് തിളച്ച് 1 ഗ്ലാസോളം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി തീ ഓഫാക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇത് കുറേശ്ശെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പനിയും കഫക്കെട്ടും എല്ലാം മാറും, നല്ല ആശ്വാസം ലഭിക്കും. ഇത് 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇനി പനിയോ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കൊടുത്തു നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടും. ഇത് മുഴുവനും ഒറ്റയടിക്ക് കുടിക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടാ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.